ഒന്ന് പോയാൻ ശിവനെ, ഞാനൊന്നും കെട്ടുന്നില്ല, കെട്ടാനേ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെയായാലും കല്യാണ വേഷത്തിൽ ഗംഗുബായിയെ കണ്ടപ്പോ ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്നൊക്കെ ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ചോദിച്ചാൽ പിന്നെ അവള് തറയിൽ നിൽക്കില്ലാന്ന് അറിയുന്നതുകൊണ്ട് ചോദിച്ചില്ല കേട്ടാ. അങ്ങനെ മുഹൂർത്തത്തിന് സമയമായി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. സാധാരണ ഏത് കല്യാണത്തിന് പോയാലും ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുത്ത ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കല്യാണം മുഴുവനായിരുന്നു കണ്ടു. അല്ലെങ്കിൽ കല്യാണത്തിന് വന്നിട്ട് കല്യാണം കാണാതെ ആദ്യം സദ്യ കഴിക്കാൻ പോകുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫേഴ്സിനെ പറഞ്ഞിട്ട് താലികെട്ട് പോയിട്ട് ചെറുക്കനും പെണ്ണിനെയും പോലും മര്യാദയ്ക്ക് കാണാൻ കഴിയില്ലല്ലോ. എന്തായാലും ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സദ്യ കഴിക്കാനായിട്ട് പോയി. തെക്കൻ സദ്യ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് അതും ഒരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണ പെണ്ണ് പുതിയ സാരിയൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആ മുഖത്തെ സന്തോഷമൊന്നും നോക്കി ആരെങ്കിലും പറയോ കല്യാണമൊക്കെ വേണ്ടാന്ന് പറഞ്ഞു കിടന്ന കൊച്ചാണെന്ന്. അതിനിടയിൽ കല്യാണ പെണ്ണിനെ സ്റ്റേജിൽ കാണാനില്ലെന്ന കരക്കമ്പിയായിട്ട് വന്ന ക്യാമറ ചേട്ടന്മാർ അവളെ അപ്പോൾ തന്നെ റാഞ്ചിക്കൊണ്ടുപോയി കേട്ടോ. പിന്നെ വീണ്ടും പുതിയ സാരി മാറ്റം, ഫോട്ടോ എടുപ്പ് എല്ലാമായിട്ട് പോകാനുള്ള സമയവുമായി. യാത്രയാക്കുമ്പോൾ കരയിപ്പിക്കാനുള്ള നീണ്ട ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഒടുവിൽ അതും വിജയിച്ചു. എടി ഇതിലേക്ക് നോക്ക്, അപ്പോ അതും ശുഭം.